നമസ്കാരം. മലേഷ്യയിലെ കോലാലംപൂർ നഗരത്തിലാണ് ഉള്ളത്. ഈ രാജ്യത്തെത്തി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്ഥലമുണ്ട്, മെലാക്ക. അവിടേക്കാണ് ഇന്ന് ഞങ്ങൾ യാത്ര പോകുന്നത്. ഇന്ന് ബസ്സിലാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് സുങ്കൈ ബേസി എന്നൊരു സ്ഥലത്താണ്. ഞങ്ങൾ ഇവിടെയായിരുന്നു റൂമൊക്കെ എടുത്തത്. ഡി എലമെൻറ്റ് ഹോട്ടൽ. നല്ലൊരു അടിപൊളി ഹോട്ടൽ തന്നെയായിരുന്നു ഇത്. ഒരു ദിവസത്തേക്ക് 1500 രൂപക്കാണ് ഞങ്ങൾക്ക് റൂം കിട്ടിയത്. റൂമുള്ള ഭാഗത്തുനിന്ന് പുറത്തേക്ക് പെട്ടെന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ഒരു ചെറിയൊരു ക്ഷീണം അല്ലേ, ഒരു അസ്വസ്ഥതയാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മലേഷ്യയിൽ കോലാലംപൂർ ഭാഗത്തൊക്കെ പകല് ഭയങ്കര ചൂടാണ്, ഹ്യൂമിഡിറ്റി കൂടുതലാണ്. വൈകുന്നേരമൊക്കെ ആകുന്ന സമയത്ത് നല്ല മഴയും കൂടെ വന്നാൽ വല്ലാത്തൊരു അസ്വസ്ഥതയാണ്. നമ്മൾ എടുക്കുന്ന റൂമുകളിലെ ഈ റൂമിലൊന്നും വിൻഡോ ഇല്ല മാത്രമല്ല AC ആണ്. AC എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ AC ഇട്ടാൽ നല്ലൊരു ക്ഷീണമൊക്കെ മാറുമല്ലോ. പക്ഷെ ഇവിടെ രാത്രി AC റൂമിൽ കിടന്നിട്ട് രാവിലെ എണീക്കുന്ന സമയത്ത് തല ഇങ്ങനെ എണീക്കാൻ പറ്റുന്നില്ല, പെട്ട് നല്ല ക്ഷീണമാണ്. ഞങ്ങൾ പിന്നെ വെള്ളമൊക്കെ കുടിച്ച് ഒരു ബാലൻസ് ചെയ്തിട്ടാണ് അങ്ങനെ കീപ്പ് ചെയ്ത് പോകുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഈ ഭാഗത്ത് ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തന്നെ ഇതാ ഒരു KFC ഒക്കെ കാണാം. പിന്നെ നേരെ ഇതുവഴിയാണ് നടക്കാനുള്ളത്. പിന്നെ ഇവിടെ ഒരു ബൈക്ക് ഷോപ്പൊക്കെ ഉണ്ട്. ഈ ഭാഗത്ത് അത്യാവശ്യത്തിന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് പറയാം. ഇത് ഇവിടെ തന്നെയാണ് മെട്രോ സ്റ്റേഷൻ. ഇത് ഞാൻ ആദ്യം മലേഷ്യയിൽ വന്ന സമയത്ത് ഇത് സ്കൂട്ടർ എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇത് സ്കൂട്ടർ അല്ല, ഇത് ബൈക്കാണ്. ഞങ്ങളിപ്പം നിൽക്കുന്ന ഭാഗത്തുനിന്ന് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തേക്ക് 2.2 കിലോമീറ്റർ ആണ് ഗൂഗിൾ മാപ്പിൽ കാണിച്ചത്. നടന്നു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം ഒരുപാട് വലിയ വലിയ പാലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലൊക്കേഷൻ എന്തായാലും തെറ്റിപ്പോവും. പിന്നെ ഇവിടെ തന്നെ 2 മെട്രോ ഉണ്ട്. അപ്പോൾ മെട്രോ കയറുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് പോകാനുള്ളത് വേറൊരു ലൈനാണ്. ഇത് വേറൊരു ലൈനാണ്. ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുക്കാനുള്ളത് ഇതുപോലെ കാണുന്ന ഈ മെഷീനിൽ നിന്നാണ്. നമുക്ക് പോകാനുള്ളത് ഇനിയിപ്പോൾ നേരെ ഇങ്ങോട്ടാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ആദ്യം മാറിപ്പോയി ഏത് മെട്രോയിലാണ് കയറേണ്ടതെന്ന്. പിന്നെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. ഇതാ ഇനിയിപ്പോൾ നേരെ ഈ താഴേക്കാണ് ഇറങ്ങാനുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒരു സിസ്റ്റം അടിപൊളിയാണ്. ഒരേ ഒരു വലിയൊരു സ്റ്റേഷൻ തന്നെ 2 മെട്രോകൾ. ഇതുപോലുള്ള മെഷീൻ ഉണ്ട്. ഇതുവഴി നമുക്കിനി ടിക്കറ്റ് എടുക്കാം. ഇതിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു, ലൈൻ സെലക്ട് ചെയ്തോ. അതിൽ നമ്മുടെ സ്റ്റേഷൻ ഇതന്നെ അതന്നെ സെലക്ട് ചെയ്യൂ. 2 പേര്. ഇപ്പോൾ ടോട്ടലി 2.40 റിങ്കറ്റാണ് ആവുന്നത്. ക്യാഷ് സെലക്ട് ചെയ്യാം. ഇവിടെ വെക്കാം, ക്യാഷ് ഇവിടെ വെക്കാം, അതായത് നോട്ട് ഇവിടെ വെക്കാം. ഈ ചില്ലറയൊക്കെ ഇട്ട് തീർത്തോ കേട്ടോ. ഒരുപാട് ചില്ലറകൾ കയ്യിലുണ്ടല്ലോ ഓൾറെഡി. അവിടെ ഇടാം. ഇവിടെ ഓൾറെഡി ഒരു മെട്രോ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ ഇതാ ആരും ഇല്ല. 10:02 ഇപ്പൊ ഒന്ന് പോയതേ ഉള്ളൂ. അതാണ് റാപ്പിഡ് KL. ഇതിന്റെ താഴിലൂടെ തന്നെയാണ് ട്രെയിനും കടന്നു പോകുന്നത്. ട്രെയിൻ പോകുന്നത് കാണാം. പിന്നെ ഞങ്ങൾ വേറൊരു മെട്രോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതിലൂടെയാണ് അങ്ങ് പോവുക. ഇനി ഒരു മിനിറ്റ് ഇത്രേ ഉള്ളൂ പോവാൻ. പെട്ടെന്നെത്തും. കോലാലംപൂരിലാകെ 2 പ്രധാനപ്പെട്ട ബസ് സ്റ്റേഷനുകളാണുള്ളത്. ഒന്ന് KL സെൻട്രൽ നിന്ന് സിറ്റിക്കകത്തെ ബസ് സർവീസുകളാണ്. എയർപോർട്ടിലേക്കും ഗെൻഡിങ് ഹൈലൻഡിന്റെ ഭാഗത്തേക്കും അവിടത്തേക്ക് പോകണമെങ്കിൽ അവിടെ നിന്നാണ് ബസ് കയറേണ്ടത്. പിന്നെ ഒന്നാണ് TBS, അതായത് ടെർമിനൽ ബർസേപാതു സെലട്ടാൻ. അവിടെ നിന്നാണ് ദീർഘദൂര ബസ് സർവീസുകളൊക്കെ ഉള്ളത്. പെനാങ്ങിലേക്ക്, അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന ബട്ടർവർത്തിന്റെ ഭാഗം, ഇനിയിപ്പോൾ പോകാനുള്ള മെലാക്ക, പിന്നെ സിംഗപ്പൂർ ഭാഗത്തേക്ക് പോകാനുള്ള ബസ്സൊക്കെ ഇവിടെ നിന്നാണ് കിട്ടുക. ഞങ്ങൾക്ക് പോകാനുള്ള ബസ് 11 മണിക്കാണ്. ഇപ്പൊ 10:15. ഇനിയിപ്പോൾ അകത്ത് കയറിയിട്ട് ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യാം. ബസ് സ്റ്റേഷന്റെ അകത്തേക്ക് കയറാം. TBS എന്നൊക്കെ എഴുതി കാണാം. ഇവിടുത്തെ ബസ് സ്റ്റാൻഡിന്റെ ഒരു അകത്തെ കാഴ്ചയൊക്കെ ഇങ്ങനെ ഉണ്ടാ, ഒരു മാളിലെത്തിയ പ്രതീതിയാ. ഇനിയിപ്പോൾ ഇവിടുത്തെ കൗണ്ടറിലേക്ക് പോകാം. ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യണം. ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യേണ്ട കൗണ്ടർ എവിടെയാണ്? ഇവിടെ ഉണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് ബോർഡിംഗ് പാസ് കളക്ട് ചെയ്യേണ്ടത് കേട്ടോ.
നമ്മുടെ ടിക്കറ്റിൻ്റെ ആ ഒരു PDF ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചാൽ മാത്രം മതി. 2 പേർക്കുള്ള ബോർഡിംഗ് പാസ് ഒക്കെ അങ്ങനെ കളക്ട് ചെയ്ത് ഇനി ഗേറ്റ് നമ്പർ 5 പോകാനുള്ളത്. ഗേറ്റ് നമ്പർ 5 ഇങ്ങോട്ടാണ്. പിന്നെ ഇവിടുന്ന് സെൽഫായിട്ടും നമുക്ക് ബോർഡിംഗ് പാസ് എടുക്കാം. ഇവിടെ ഇതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് മാർട്ടുകളൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഞങ്ങളുടെ ബോർഡിങ് സ്റ്റാർട്ടായിന്ന്. 10:30 കഴിയും മിക്കവാറും. ഇതൊക്കെ ഒരു മാർട്ടാണ്. അടിപൊളിയല്ലേ? ഗേറ്റ് നമ്പറിലേക്ക് കയറുന്നതിന് മുന്നേ നമ്മൾ ടിക്കറ്റ് ഇത് ഇവിടെ സ്കാൻ ചെയ്യണം. എന്നാലും മാത്രമേ നമുക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ടിക്കറ്റൊന്നും ഇല്ലാതെ ഒരാൾക്കും ഇതിൻ്റെ അകത്തേക്കൊന്നും കയറാനേ പറ്റില്ല കേട്ടോ. നല്ല സെറ്റപ്പിലാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതിലൂടെ റോഡൊക്കെ ഉണ്ട്. അപ്പോൾ താഴെയാണ് നമ്മുടെ പ്ലാറ്റ്ഫോമുകളൊക്കെ വരുന്നത്. ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. ഇനി ഇവിടുന്ന് ഗേറ്റ് നമ്പർ 5 ഏതാണെന്ന് നോക്കട്ടെ. ഇത് 7 അപ്പോൾ 5 മിക്കവാറും ഈ ഒരു പുറകിലേക്കായിരിക്കാനാണ് സാധ്യത. ഇത് മുഴുവൻ AC ആണ്. ഇത് 6. അപ്പം ഇവിടെ എവിടെയോ ആണ്. ഗേറ്റ് നമ്പർ 5 അങ്ങനെ കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ ഇപ്പം നിലവിലൊരു ഡബിൾ ഡെക്കർ ബസ്സാണുള്ളത്. നമ്മുടേത് ഡബിൾ ഡെക്കർ ബസ്സല്ല. ഇവിടെ ഇപ്പോൾ വേറൊരു ബസ്സിൻ്റെ ബോർഡിങ്ങാണ്. നമ്മുടെ ബസ് വരും പെട്ടെന്ന് തന്നെ. ശരിക്കും ഇത് ബസ് സ്റ്റേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു എയർപോർട്ട് തന്നെയാണ്. എയർപോർട്ടിലേക്ക് കയറുമ്പോൾ ബോർഡിംഗ് പാസ്സൊക്കെ വേണമല്ലോ, അതുപോലെ തന്നെയാണ് ഇവിടെ കയറുമ്പോൾ ബോർഡിംഗ് പാസ് വേണം. അത് സ്കാൻ ചെയ്തിട്ട് അകത്ത് കയറാൻ പറ്റുള്ളൂ. അകത്ത് കയറി കഴിഞ്ഞാൽ തന്നെ നല്ല ഇരിക്കാനുള്ള നല്ല അടിപൊളി സ്ഥലമുണ്ട്. ഇനിയിപ്പം ഞങ്ങളുടെ ബോർഡിംഗ് ഇതിൽ സ്റ്റാർട്ടായിട്ടില്ല, അപ്കമിംഗ് എന്നാണ് കാണിക്കുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ നിലവിൽ ഞാൻ നേരത്തെ കാണിച്ചല്ലോ ഒരു ഡബിൾ ഡെക്കർ ബസ് ഉണ്ട്. ഇതാണ് ബസ്, KKKL ഗ്രൂപ്പ്. ആദ്യം നമുക്ക് തന്നെ കയറാം. ഡ്രൈവറുടെ ആ ഒരു ഭാഗത്ത് എവിടെയാണ് 1ഉം 2ഉം ഞങ്ങളുടെ സീറ്റ് നമ്പറുകൾ. ഇത് അപ്പോൾ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ എന്തായാലും കിട്ടും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫ്രണ്ട് ഭാഗം എടുത്തത്. ബസ്സിൻ്റെ അകത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. നല്ല കംഫർട്ടബിൾ സീറ്റുകൾ തന്നെയാണ് കേട്ടോ. ഇവിടെ പുറകിൽ KKKL ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയതൊക്കെ കാണാം. എല്ലാ സീറ്റുകൾക്കും സീറ്റ് ബെൽറ്റും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ 11 മണിക്കിതാ നമ്മുടെ ബസ് TBS ബസ് സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടു. 135 കിലോമീറ്ററാണ് ആകെ യാത്ര ചെയ്യാനുള്ളത്. ഈ ടിക്കറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തത് റെഡ് ബസ്സിന്റെ ആപ്ലിക്കേഷൻ വഴിയാണ്. 15 റിങ്കറ്റാണ് ഇവിടുന്ന് കോലാലംപൂരിന്ന് മേലാക്ക വരെ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ്. ഈ 15 റിങ്കറ്റ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ബസ്സിലാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ മലേഷ്യയിലെ കുറച്ച് ചീപ്പ് വന്നു. കാരണം നമ്മുടെ ഇന്ത്യൻ രൂപ ഏകദേശം ഒരു 355 രൂപയുടെ അടുത്താണ് കേട്ടോ വരുന്നത്. നല്ല വെയിലായതുകൊണ്ട് ഗ്ലാസിന്റെ ഇവിടെ ഒരു ഷീൽഡൊക്കെ വെച്ചിരിക്കുന്നത് കാണാം. കോലാലംപൂർ സെരമ്പാൻ എക്സ്പ്രസ് വേ ആണിത്. ഇതൊരു ഫ്യൂൾ സ്റ്റേഷനാണ്. ഒരുപാട് ദീർഘദൂര ബസ്സിനൊക്കെ കാണാം. അതായത് ഈ സിറ്റിക്കകത്ത് ഓടുന്ന ബസ്സുകൾക്ക് TBSലേക്ക് അധികം വരേണ്ട ആവശ്യകതയില്ല. ഒരു കാർഡ് അവിടെ കാണിക്കണം. ഇതവിടെ ടാപ്പ് ആ സമയത്താണ് ഓപ്പൺ ആവുക. മലേഷ്യയിൽ യാത്രാ ആവശ്യങ്ങൾക്കും പണമിടപാടുകൾക്കൊക്കെ വേണ്ടി ഒരു പ്രീപെയ്ഡ് സ്മാർട്ട് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ടച്ച് ആൻഡ് ഗോ. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ബസ് ടോൾ പ്ലാസയിൽ നിന്ന് ആ ഒരു കാർഡ് കാണിച്ചിട്ടാണല്ലോ തുറന്ന് കയറി പോയത്. അതായത് നമ്മുടെ നാട്ടിലത്തെ ഒരു മെട്രോ കാർഡില്ലേ, അതൊക്കെ പോലെ തന്നെയാണ് ഈ ഒരു കാർഡ് ഇവിടെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ യാത്ര ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാം. ഈ കാർഡിന് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്നത് നോക്കാം. എയർപോർട്ട്, പെട്രോൾ പമ്പ്, KL സെൻറ്ററിൽ ഇവിടെ നിന്നൊക്കെ നമുക്കത് വാങ്ങിച്ച് യൂസ് ചെയ്യാം. ഈ കാർഡിൻ്റെ ഏറ്റവും വലിയൊരു ഉപകാരം എന്നത് UPI ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് പൈസയൊക്കെ കൊടുക്കാം. പ്രധാനമായും ഒരുപാട് ഷോപ്പുകളിലൊക്കെ നമ്മൾ കയറുമല്ലോ, മാളുകളിലൊക്കെ കയറും, സൂപ്പർ മാർക്കറ്റിലൊക്കെ കയറും. അവിടെ നിന്നൊക്കെ സുഖമായിട്ട് ടെൻഷൻ ഇല്ലാതെ സ്കാൻ ചെയ്തെടുക്കാം. അതായത് ഇതിലൊരു വാലറ്റ് സംവിധാനം ഉണ്ട്.
ഇതിലെങ്ങനെയാണ് പൈസ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്രോൾ പമ്പായാലും ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തായാലും ഒരു സെൽഫ് കൗണ്ടർ ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ഇതിലേക്ക് മണി ആഡ് ചെയ്യാം. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇതിൽ ഇലക്ട്രിസിറ്റി ബില്ല്, പിന്നെ ഗ്രാബിൽ പോകുമ്പോഴാണ് കൂടുതലായിട്ട് ഇത് ഉപകാരപ്പെടുക. അതായത് നമ്മുടെ കയ്യിൽ എപ്പോഴും ലിക്വിഡായിട്ട് മണി വേണമെന്നില്ലല്ലോ, ക്യാഷ്ലെസ് ആയിട്ട് പെട്ടെന്ന് തന്നെ പൈസ കൊടുത്ത് പോകാമല്ലോ. മലേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണിത്, നോർത്ത് സൗത്ത് എക്സ്പ്രസ് വേ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഭാഗം വഴിയാണ് കടന്നു പോകുന്നത്. ഈ ബസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യത്തിന് നല്ല സ്പീഡിൽ തന്നെയാണ് പോകുന്നത്. സിറ്റിയിൽ നിന്ന് ഇപ്പോൾ പുറപ്പെട്ടിട്ട് ഏകദേശം ഒരു 20 മിനിറ്റോളായി. ബസ് ഈ ഒരു വേഗതയിൽ തന്നെയാണ് പോകുന്നത്, 90-100 ആ ഒരു സ്പീഡിൻ്റെ ഇടയിൽ. ഈ റോഡ് 3 വരി 6 വരി പാതയാണ്. പിന്നെന്താ, സുഖമായിട്ട് പോകാമല്ലോ. ഹൈവേന്ന് ഇപ്പോൾ മാറി ഇതൊരു ഈ റെസ്റ്റോറൻ്റൊക്കെ ഉള്ള ഒരു ഭാഗത്തേക്ക് വന്നു, അതായത് ഒരു ഹബ്ബിലേക്ക് കയറിയിരിക്കുകയാണ്. നഗേരി സെമ്പിലാൻ എന്നൊരു സ്റ്റേറ്റിലാണ് നിലവിലിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ ഓൾറെഡി നമ്മുടെ ബസ് നിർത്തി. ഇവിടെ ചെറിയ ഇതുപോലെയുള്ള കടകളൊക്കെ ഉണ്ട്. ഇവിടുന്ന് വെള്ളമോ ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വാങ്ങിച്ചിട്ട് പോവാം. പിന്നെ ഇവിടുത്തെ ട്രക്കുകളൊക്കെ കണ്ട, ഇതൊക്കെ നിർത്തിയിടാനുള്ള ഒരു സ്പേസും കൂടിയാണിത്. പിന്നെ വണ്ടിയുടെ ഒരു കാഴ്ച നോക്കുവാണെങ്കിൽ ഇതാ ഇങ്ങനെയാണ്. KKKL ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ബസ് സർവീസാണിത്. അധികം ആൾക്കാരൊന്നും ഇറങ്ങിയില്ല കേട്ടോ. നമ്മുടെ ആ ഒരു ഡ്രൈവർ ചേട്ടൻ ഈ ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ഈ ഒരു റൂട്ടിൽ. പിന്നെ ഇവിടെ തന്നെ വാഷ്റൂം ഏരിയ ഒക്കെ ഉണ്ട്, അതൊക്കെ ഈ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ നാസി അയാം എന്ന് എഴുതി കണ്ടില്ലേ, ഇത് ചിക്കനും റൈസും എന്നാണ്. പിന്നെ ഇവിടെ തന്നെ ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ട്, ഒരുപാട് റോളുകളൊക്കെ ഉണ്ട്. പിന്നെ കേക്കായാലും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഏകദേശം 10 മിനിറ്റോളായി വണ്ടി എടുക്കാനുള്ള ഒരു സമയമായി. പിന്നെ ഇവിടെ തന്നെ TVS മെലാക്ക എന്നൊക്കെ എഴുതിയതൊക്കെ കാണാം. വണ്ടിയുടെ ഡ്രൈവർ ഇതുവരെ വന്നിട്ടില്ല. എനിക്കിതിൻ്റെ ഈ ഒരു പുറത്തെ ഒരു ഡിസൈൻ ഇഷ്ടപ്പെട്ടു, അടിപൊളി തന്നെയാണ് ഈ ഒരു ബസ്. കൂടുതൽ ഇപ്പം ഈ ഭാഗത്തേക്ക് ട്രക്കുകൾ തന്നെയാണ് വരുന്നത്. ബസ്സിൻ്റെ പുറകിലത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണേ. മുന്നിലൂടെ സിഗരറ്റും വലിച്ചു പോകുന്ന ആ ഒരു ചേട്ടൻ തന്നെയാണ് ബസ്സിൻ്റെ ഡ്രൈവർ. അങ്ങനെ ഇവിടെ ഒരു 15 മിനിറ്റോളം ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് 49 കിലോമീറ്ററും കൂടെ ഉള്ളൂ മെലാക്കയിലേക്ക്. സ്കാനിയ ഈ നമ്മൾ പോകുന്ന വഴിക്കായിൽ തന്നെ ഒരു വേസ്റ്റ് പോലും നമുക്ക് കാണാനായി സാധിക്കില്ല, അത്രയും വൃത്തിയാണ് ഇവിടെയൊക്കെ. അങ്ങനെ മലാക്ക സ്റ്റേറ്റിൽ കയറി. ഇനി ഒരു 25 കിലോമീറ്ററും കൂടെ ദൂരമുള്ളൂ, വളരെ വേഗത്തിൽ തന്നെ എത്തും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബസ്സിൻ്റെ വേഗതയും ഈ ഒരു കൃത്യനിഷ്ഠതയാണ്. നല്ല റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നൊരു ബസ് തന്നെയാണ്. ബുക്ക് ചെയ്യുന്ന സമയത്ത് 5 സ്റ്റാറിൽ 4.8 തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ ഇപ്പം ചെറുതായിട്ട് മഴക്കാറൊക്കെ പിടിച്ച് വരുന്നുണ്ട്. മിക്കവാറും ഉച്ചയ്ക്ക് ശേഷം ഒരു മഴക്കുള്ള സാധ്യതയുണ്ടാവും. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ബസ്സിൻ്റെ കാര്യങ്ങൾ കുറച്ച് പറയാം. അതായത് ഈ ഒരു KKKL എക്സ്പ്രസ് എന്ന് പറയുന്നത് തന്നെ മലേഷ്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തവും വലുതുമായ ഒരു ബസ് സർവീസിലൊന്നാണ്. ഇവർ 1983 സ്റ്റാർട്ട് ചെയ്തത്. ആ സമയത്ത് ഇവരുടെ കയ്യിൽ ആകെ ഒരു ബസ് മാത്രമേ ഉള്ളൂ. ആ ഒരു ബസ്സിൽ നിന്ന് തുടങ്ങിയ ഇന്ന് എന്ന് പറഞ്ഞാൽ മലേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ് തുടങ്ങിയ 3 രാജ്യങ്ങളിലാണ് ഈ ഒരു വലിയൊരു കമ്പനി ബസ് സർവീസ് നടത്തുന്നത്. ഏകദേശം ഒരു 100 കണക്കിന് ബസ്സുകൾ ഇവർക്കുണ്ട്. അപ്പോൾ ഇവരുടെ ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ മലേഷ്യയിൽ തന്നെ
പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്ക് ഇവർ കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കയറി കോലാലംപൂരിൽ നിന്നാണെങ്കിൽ മലയാക്കയിലേക്കായാലും പെനാങ്, JB-യിലേക്കൊക്കെ സർവീസ് ഉണ്ട്. സിംഗപ്പൂരിൽ നിന്ന് അതുപോലെ തന്നെ തിരിച്ച് മലയാക്കയിലേക്കായാലും കോലാലംപൂരിലേക്കും സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവർ തായ്ലൻഡിൻ്റെ ഹത്വായ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അങ്ങോട്ടേക്കും സർവീസ് നടത്തുന്നുണ്ട്. ഈ റോഡിന് നേരെ JB സിംഗപ്പൂർ ഭാഗത്തേക്കുള്ളതാണ്. നമ്മളിതാ മെലാക്ക ഭാഗത്തേക്കുള്ള ഒരു ഡയറക്ഷനിലേക്ക് കയറി. പിന്നിപ്പോൾ ഇങ്ങനെ വളഞ്ഞ് നേരെ ആ ഒരു താഴെ ഭാഗത്തൂടെയാണ് പോവുക. ആ റോഡ് തങ്ങത അതിലൂടെ അങ്ങ് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ടച്ച് ആൻഡ് ഗോ എന്ന ഒരു കാർഡില്ലേ, അതിപ്പോൾ ഇവിടുന്ന് ഡ്രൈവർ ഇവിടുന്ന് സ്കാൻ ചെയ്ത് ടോൾ ഗേറ്റ് ഓപ്പണായി. വളരെ സിമ്പിളാണത്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഒരുപാട് ദിവസമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാർഡൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ പേയ്മെൻ്റൊക്കെ ചെയ്യാം. മെലാക്ക ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഈ ഭാഗത്ത്. അതായത് എയർപോർട്ടിൻ്റെ തൊട്ടടുത്തുകൂടി തന്നെയാണ് റോഡും. 1:12 അങ്ങനെ ഇതാ മെലാക്ക സെൻട്രലിലേക്ക് എത്തുകയാണ്. വണ്ടി നേരത്തെ തന്നെ എത്തി. ഇതാണ് മെലാക്ക സെൻട്രൽ. പിന്നെ വളഞ്ഞ് അവിടത്തോട്ടാണ് പോകുന്നത്. മെലാക്ക സെൻട്രൽ. ഇനിയിപ്പോൾ ഈ ബസ് കുറേ നേരമായി കറങ്ങിക്കൊണ്ടിരിക്കുക. ഇത് എവിടെ നിർത്തും? ആ ഭാഗത്തൊക്കെ ഒരുപാട് ബസ്സുകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ വന്ന ബസ്സിനോടൊക്കെ യാത്ര പറയുകയാണ്. നല്ല അടിപൊളി യാത്രയായിരുന്നു. ഇനിയിപ്പോൾ ഇതുവഴി നേരെ പുറത്തേക്ക് ഇറങ്ങാം. മെലാക്ക സെൻട്രലിൻ്റെ പുറത്തിറങ്ങിയ പിന്നെ ഇവിടെയൊക്കെ സെൻട്രൽ എന്ന് എഴുതുമ്പോൾ C അല്ല വരിക, S ആണ്. ഇനി ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റ് നോക്കി പോവുകയാണ്. ഇപ്പോൾ 1 മണി കഴിഞ്ഞല്ലോ. രാവിലെ ഞങ്ങൾ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചില്ല. നല്ലൊരു റെസ്റ്റോറൻറ്റ് നോക്കി പോവാം. ഇനിയിപ്പോൾ നവീത ലൊക്കേഷനൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഗ്രാബ് ആക്കിയിട്ട് പോവാം അല്ലേ? ഗ്രാബിൽ അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത് കേട്ടോ. 7 റിങ്കറ്റാണ് ആയത്. ഇനിയിപ്പോൾ വണ്ടി വരട്ടെ. ഒരു വണ്ടി വരുന്നുണ്ട്. ഇത് തന്നെയാണ്. 3.9 കിലോമീറ്റർ ഉണ്ട് ദൂരം. പിന്നെ ഇതാക്കി പോകുന്നത് തന്നെയാണല്ലോ നല്ലത്. ഈ ഒരു ചേച്ചിയാണിത് ഓടിക്കുന്നത്. ബസ് സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല. പിന്നെ ഇവിടെ ഒരു സ്കൂട്ടർ പോകുന്നുണ്ടില്ലേ, അതും ഗ്രാബ് തന്നെയാണ്. അതായത് അതിലൂടെ ഫുഡ് ബുക്ക് ചെയ്യാം. ഫുഡ് ബുക്ക് ചെയ്തിട്ട്, അതായത് നമ്മുടെ നാട്ടിലേക്ക് സൊമാറ്റോ, സ്വിഗ്ഗി ഒക്കെ ഇല്ലേ, അതുപോലെ തന്നെ ഇതിലും ബുക്ക് ചെയ്യാം. ഇത് നല്ല മഴക്കാറാണ്. ഈ വലിയ മഴ വരുന്നതിന് മുന്നേ ഫുഡും കഴിച്ച് നേരെ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് എത്തണം. ഉച്ച സമയത്ത് കൊണ്ട് തന്നെ വലിയ തിരക്കില്ല. ഇനി ഒരു കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. ഇനി ഈ ഭാഗം വഴിയൊക്കെ ഞങ്ങൾക്ക് നടന്നു വരാനുണ്ട്. അതായത് ഹോട്ടലിൽ ചെക്കിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം. കാരണം ഇവിടെ ഒരുപാട് നല്ല കാഴ്ചകളൊക്കെ കാണാൻ ഉണ്ട്. ഒരു ബൈക്ക് ഷോപ്പാണ്. പിന്നെ ഇവിടെ തന്നെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളൊക്കെ കിട്ടും. ഡ്രൈവിങ്ങിൻ്റെ ആ ഒരു രീതി തന്നെ ഡിഫറെൻ്റ് ആണ്. ഇതിപ്പോൾ ഒരു സ്ട്രീറ്റിലേക്ക് എത്തുകയാണ്. ഇവിടെ എവിടെയോ ആണ് ഞങ്ങളിനിപ്പോൾ അവർ നോക്കിയ റെസ്റ്റോറൻ്റ് ഉള്ളത്.
അങ്ങനെ വണ്ടിയിൽ വന്ന് ഇത് ഇവിടെയാണ് എത്തിയത്, റെസ്റ്റോറൻറ്റ് സരവണ. അതായത് ഇതൊരു തമിഴ് റെസ്റ്റോറൻ്റ് ആണേ. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്താണെന്ന് കഴിക്കാം. ഇല കൊണ്ടുവന്ന് തരികയാണ്, ഓരോരോ കറികൾ ഇതാ വിളമ്പുകയാണ്. റൈസ് സെർവ് ചെയ്യാണ്. അങ്ങനെ എല്ലാ ഐറ്റംസും വന്ന്. റൈസ് ഇതാ, ഇത് ഫിഷ് കറിയാണ്, പപ്പടം ഉണ്ട്, പിന്നെ ഇത് സാലഡ് ഉണ്ട്, പിന്നെ ഇതൊരു മത്തനാണ്, പിന്നെ ഇതൊരു വെജിറ്റബിൾ കറിയാണ്, പിന്നെ ഇവിടെ ക്യാബേജ് ആണിത്, പിന്നെ ഇവിടെ നേരത്തെ തന്നെ പറഞ്ഞ രസമുണ്ട്, പിന്നെ ചിക്കൻ്റെ വറവാണിത്. അത്യാവശ്യം നല്ലൊരു കിടലൻ സദ്യ തന്നെയാണ് ഇവിടുന്ന് കഴിക്കുന്നത്. ഇതാ നവീനൊക്കെ ഓൾറെഡി കഴിച്ചു തുടങ്ങി. മലേഷ്യയിൽ എത്തിയിട്ട് നല്ലൊരു സദ്യ അല്ലേ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫിഷ് കറി തരുന്ന സമയത്ത് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ കറി തരും, ഏത് വേണമെങ്കിൽ നമുക്ക് വാങ്ങാം. അത് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പം പെട്ടെന്ന് തന്നെ കഴിക്കട്ടെ. നമ്മൾ വീട്ടിൽ കഴിക്കുന്ന ആ ഒരു മീൻകറി ചോറും ഇല്ലേ, അതേ ഒരു ടേസ്റ്റ് ഉണ്ട്. 2 മീൽസ്, ഒരു ചിക്കൻ വറവ്, ഇതിനൊക്കെ കൂടി ആകെ ആയത് 28 റിംഗിറ്റ് ആണ്. അപ്പോൾ ഇതാണ് ആ ഒരു റെസ്റ്റോറൻറ്റ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങളെടുത്ത ഹോട്ടലിൻ്റെ ഭാഗത്തേക്കൊരു 1.5 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ നമുക്ക് നേരെ നടക്കാം. ഇവിടെ ഒരുപാട് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളുണ്ട്. ഇത് മാത്രമല്ല, ഞങ്ങൾ പെട്ടെന്നൊന്ന് ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി. അപ്പോൾ ആദ്യം കണ്ട് നേരെ ഇങ്ങോട്ട് വന്നു, അത്രേ ഉള്ളൂ. വെൽക്കം ടു മെലാക്ക വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. അതായത് യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു മെലാക്ക. ഇവിടെയുള്ള ഓരോ ഷോപ്പുകൾക്കും ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ്. പിന്നെ ഇവിടെ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഈ ഒരു നഗരത്തിന്റെ ഭാഗം വഴി പോവാം. 2 പേർക്കാണ് അതിൽ പോകാൻ പറ്റുക. രാത്രിയിൽ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് മനോഹരമായിരിക്കും. എന്തായാലും ഇവിടുത്തെ രാത്രി കാഴ്ചകളൊക്കെ ഞങ്ങൾ പകർത്തുന്നുണ്ട്. അതിലെന്തായാലും നിങ്ങളതൊക്കെ കാണും. എന്തായാലും ഇതാ ഇത് തന്നെയാണ് ആ ഒരു വണ്ടി. നഗരത്തിൻ്റെ ആ ഒരു തിരക്കിൽ നിന്ന് മാറിയേ ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്ന വീടുകളാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു 350 മീറ്ററും കൂടിയേ ഉള്ളൂ. അതായത് ആ വലിയൊരു തിരക്കിൻ്റെ ഭാഗത്തല്ല ഞങ്ങളുടെ ഹോട്ടൽ. മെലാക്കയിൽ ഞങ്ങൾ എടുത്ത ഹോട്ടൽ ഇതാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ചെക്ക് ഇൻ ചെയ്യാം. അങ്ങനെ ബുക്ക് ചെയ്ത മുറി കിട്ടിയേ. ഇവിടെ ലൈറ്റൊക്കെ കുറവാണ്. ഈ മുറിക്കും വിൻഡോ ഇല്ല കേട്ടോ. പിന്നെ അവിടെ ഒരു ഫോട്ടോയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് തന്നെ ഒരു TV ഒക്കെ ഉണ്ട്. ടോയ്ലറ്റും ബാത്റൂമൊക്കെ ഇതാ ഇവിടെയാണ് വരുന്നത്. അത്യാവശ്യം വൃത്തിയുള്ളൊരു ഏരിയ തന്നെയാണ്. പിന്നെ ഇവിടെ നിന്നും ബക്കറ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഈ ഒരു വലിയൊരു ഷവർ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇവിടെയാണ് വാഷ് ഏരിയ വരുന്നത്. മലേഷ്യയിലെ റൂമുകളുടെ ചെക്കിംഗ് ഒക്കെ വരുന്നത് 2 മണി 3 മണിക്കാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ 2:30 ആ സമയത്താണ് എത്തിയത്. ഇവിടെ ആകെ വന്ന വാടക 1400 രൂപയാണ്. അതിന്റെ കൂടെ തന്നെ 10 റിംഗറ്റ് ടൂറിസ്റ്റ് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് മലേഷ്യയിൽ വന്ന സമയത്തൊക്കെ എല്ലാ സ്ഥലത്തും അങ്ങനെ ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മലാക്കയിൽ എത്തിയ ശേഷം ചീപ്പായിട്ടുള്ള ചെയ്യാനുള്ള നോക്കുക. നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇത് തന്നെയാണ് കിട്ടിയത്. കുറച്ച് ദൂരം കൂടുതലുണ്ടെങ്കിലും ആദ്യം കണ്ടൊരു മെയിൻ ഭാഗമില്ല, നമ്മൾ റെസ്റ്റോറന്റ് ഫുഡൊക്കെ കഴിച്ച ഭാഗം, അവിടെയൊക്കെ കുറച്ച് എക്സ്പെൻസീവ് എന്നായിട്ടാണ് കണ്ടത്. അതൊക്കെ ഈ ലിറ്റിൽ ഇന്ത്യന്റെ സമീപ പ്രദേശങ്ങളാണ് അതൊക്കെ. ഇപ്പൊ എന്താ പറയാ, മലാക്കയുടെ അടിപൊളി കാഴ്ചകളാണ് അടുത്ത ദിവസം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു ബൈ ബൈ.